പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് മനുവിൻ്റെ ജീവിതത്തിൽ. എങ്ങനെയാണ് മനുവിനെ രക്ഷപ്പെടുത്തുക എന്നറിയാതെ ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ മനുവിൻ്റെ ഭാര്യയായ അഞ്ജലി. മാത്രവുമല്ല, തന്നെ രക്ഷിക്കുന്നതിനുള്ള ശ്രമത്തിനിടയിലാണ് അവന് ഇങ്ങനെയൊരു അപകടം ഉണ്ടായത് എന്നും എനിക്ക് വേണ്ടിയാണ് ജീവൻ പോലും കൊടുക്കുന്നതിനായി മനു തയ്യാറായത് എന്നുമുള്ള ചിന്തകൾ ആകെ മനസ്സിനെ അലട്ടിയതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണമെന്നും എങ്ങനെയെങ്കിലും മനുവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുമുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അവൾ. ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് ഓപ്പറേഷൻ വേണം എന്നുള്ള കാര്യം അറിയാനിടയാകുന്നു. പക്ഷേ ഓപ്പറേഷൻ നടത്തിയാലും ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് ഡോക്ടർമാർ തുറന്നു പറയുന്നു. ഈ കാര്യം നേഹയും അറിയിച്ചതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോവുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും മനുവിനെ മരണത്തിന് താൻ വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അഞ്ജലി ഇതേ തുടർന്ന് മനുവിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഇതോടെയാണ് അവിടെയുള്ള അമ്മൻ കോവിലിലേക്ക് ചെന്ന് അവിടെയുള്ള വഴിപാട് നടത്തുന്നതിനായി തയ്യാറാകുന്നത്. അങ്ങനെ നടത്തുകയാണ് എങ്കിൽ ഭർത്താവിൻ്റെ ജീവൻ രക്ഷപ്പെടും എന്നാണ് അവിടെയുള്ളവരുടെ വിശ്വാസം എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഞാൻ ആ കാര്യം ചെയ്യാൻ തയ്യാറാണ് എന്ന് അഞ്ജലി തുറന്നു പറയുന്നത്. ഈ കാര്യം ഞെട്ടിച്ചിരിക്കുകയാണ് പ്രഭയെയും പ്രഭയുടെ ഭർത്താവായ അരവിന്ദിനെയും. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണോ പ്രഭേ എന്ന് അരവിന്ദ് ചോദിച്ചതിനെ തുടർന്ന് അത് എനിക്കെങ്ങനെ അറിയാം, ഇവളൊരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇവളെ കൊല്ലാനുള്ള കെണിയിൽ ചെന്ന് ചാടിയത് അവനും. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ തടി രക്ഷിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്, അതിനുശേഷമാകാം മറ്റു കാര്യങ്ങൾ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അരവിന്ദും അത് അനുകൂലിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇതോടെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്നതിന് പ്രഭ തയ്യാറാകുന്നു. പക്ഷേ ഇതിനിടയിലാണ് തൻ്റെ ഭർത്താവായ മനുവിനെ എന്തൊക്കെ സംഭവിച്ചാലും താൻ രക്ഷിക്കും എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് വഴിപാട് നടത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അഞ്ജലി തയ്യാറാകുന്നത്. കുറച്ച് കഠിനമേറിയ വഴിപാടാണ് അതെന്ന് വീട്ടുകാർ പറയുന്നുവെങ്കിലും തൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനായി സ്വന്തം ജീവൻ പോലും കളയുന്നതിന് തയ്യാറായ മനുവിന് വേണ്ടി ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ എന്ന് ചോദിച്ചിരിക്കുകയാണ് അഞ്ജലി. ഇതോടെ അഞ്ജലിയെ സപ്പോർട്ട് ചെയ്യുന്നതിനായി വീട്ടുകാർ മുന്നിലേക്ക് വരികയും ചെയ്യുന്നു. ഒടുവിൽ അമ്പലത്തിലെത്തി പൂജ കഴിക്കുകയും വഴിപാട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തതിനെ തുടർന്ന് ദേവി നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ള കാര്യം അവിടെയുള്ള അമ്മൂമ്മ അറിയിച്ചിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് അഞ്ജലിക്ക് സന്തോഷം ആവുകയും ചെയ്യുന്നു. തനിക്ക് തൻ്റെ മനുവിനെ തിരികെ വേണം, അതും യാതൊരു കുഴപ്പവും സംഭവിക്കാതെ എന്ന് വ്യക്തമാക്കുകയാണ് അഞ്ജലി. അഞ്ജലിയുടെ പ്രാർത്ഥന എന്തായാലും കേൾക്കുമെന്നുള്ള കാര്യം ഇതേ തുടർന്ന് മുത്തശ്ശി ഉറപ്പു നൽകുന്നു. എന്നാൽ ഇതേ സമയം ഓപ്പറേഷനിൽ വലിയ മാറ്റമൊന്നും കാണാനാകുന്നില്ല എന്ന് ഡോക്ടർമാർ തുറന്നു പറയുകയും ഞങ്ങൾക്ക് മനുവിനെ രക്ഷിക്കാൻ സാധിക്കില്ല എന്നാണ് തോന്നുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിൽ അവിടെ നിന്ന് തിരികെ എത്തുന്ന അഞ്ജലി തൻ്റെ കയ്യിലുള്ള പ്രസാദം മനുവിനെ അണിയിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ പ്രസാദം അണിയുകയാണ് എങ്കിൽ മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാകും എന്നുള്ള കാര്യവും ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു.
ഇതോടെ ഡോക്ടർമാർ എന്തൊക്കെയായാലും അഞ്ജലിയുടെ അവസാന പ്രതീക്ഷ ഞങ്ങളായി തകർക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രസാദം മനുവിന് ചേർത്താനുള്ള അനുമതി നൽകിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന അഞ്ജലി മനുവിന് ആ പ്രസാദം ചാർത്തി കൊടുക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് അഞ്ജലിയെ ഞെട്ടിച്ചുകൊണ്ട് ആ വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ജീവിതത്തിലേക്ക് വീണ്ടും പിടിച്ചു കയറിക്കൊണ്ട് വരികയാണ് മനു. അപ്രതീക്ഷിതമായ ഈ സംഭവം എല്ലാവരെയും ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ഡോക്ടർമാർ വീണ്ടും ചികിത്സയുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതിനെ തുടർന്ന് മനുവിൻ്റെ ശരീരം മെഡിസിനുമായി പ്രതികരിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഇതോടെ പുതിയ പ്രതീക്ഷകൾ വന്നു തുടങ്ങി എന്നുള്ള കാര്യം ഉറപ്പു നൽകുന്ന ഡോക്ടർമാർ ഒരുപക്ഷെ ഞങ്ങൾക്കിനി തിരികെ മനുവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനെല്ലാം കാരണം മറ്റാരുമല്ല അഞ്ജലി തന്നെയാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞത് വീട്ടിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ പ്രഭയ്ക്കും അരവിന്ദിനും ഈ കാര്യം ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല. തിരിച്ചടിക്കുന്നതിനായി നല്ലൊരു അവസരമായിരുന്നു വീണ് കിട്ടിയത്. പക്ഷേ അവൾ ബുദ്ധിപൂർവമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത് നമുക്ക് വൻ തിരിച്ചടിയായി. അതുകൊണ്ട് തന്നെ അവളെ ഇനി സുസൂക്ഷ്മം വീക്ഷിക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് അരവിന്ദിനെ പറഞ്ഞയക്കുന്നു. എന്നാൽ ഇതേ തുടർന്ന് ഇനി പിടിക്കപ്പെടുമോ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. പക്ഷേ നമ്പർ പ്ലേറ്റുകളടക്കം മാറ്റിവെച്ചുകൊണ്ടാണ് അവർ വന്നത്. അതുകൊണ്ട് തന്നെ പിടികൂടാനുള്ള സാധ്യത കുറവാണ് എന്ന് ഉറപ്പിച്ച് പറയുകയാണ് അരവിന്ദ്. ഇതേ തുടർന്നാണ് മനു കണ്ണു തുറക്കുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.